ഏൽപ്പിക്കുന്നതാ നല്ലത്. ഈ ജയിലിന്റെ ബാർസൽ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിരിക്കുകയാണ്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 50 അപ്ലൈ ചെയ്ത് ആ ബാർസ് തകർക്കാൻ നോക്ക്. യെസ് ബഡി, ഫോർമുല 50 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ബാർസൽ തകർക്കും. ഇതൊന്നും ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ജയിലല്ല. ഇതൊന്നും നിങ്ങൾക്ക് തകർക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ആരെങ്കിലും റബ്ബർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് ഈ ബാർസ് തകർക്കാൻ നോക്കിയാൽ ഹൈ കറന്റ് കാരണം അവരുടെ ദേഹത്ത് തീ പിടിക്കും. ഇപ്പൊ സൂപ്പർ സ്പീഡോയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കണ്ടോ കിക്കോ, എങ്ങനെയുണ്ട് ഞാൻ ഡിസൈൻ ചെയ്ത ഈ പുതിയ ജയിൽ? കളിക്കല്ലോ ലോക്ക് മാസ്റ്റർ അങ്കിൾ. പക്ഷെ ഒരു കാര്യം പറയേ, ഈ ജയിൽ ബാർസിന് ഇലക്ട്രിക് സപ്ലൈ എവിടുന്നാ കിട്ടുന്നത്? അവിടുന്ന് തന്നെ. അയ്യോ, എനിക്കിപ്പോ കാര്യം മനസ്സിലായി കീക്കോ. ഇപ്പൊ നോക്കിക്കോ, ഈ ടെമ്പോ ആണ് എന്റെ സ്പാനർ. ബോംബ്സിനെ അറ്റാക്ക് ചെയ്യും ലൈക്ക് എ ഹാമർ. വാ, അടിപൊളി ഐഡിയ ആണ് ഇത് പാർട്ട്ണർ. ലോക്ക് മാസ്റ്റർ അങ്കിൾ, ഇലക്ട്രിസിറ്റി കട്ടായതും ഈ ബാർസ് നോർമൽ ബാർസ് ആയി പോയല്ലോ. അവൻ എത്ര വലിയ ക്രിമിനൽ ആയാലും ഒരു പ്രാവശ്യം എന്റെ ജയിലിനകത്ത് വന്നാൽ പിന്നെ അവൻ അവിടുന്ന് എസ്കേപ്പ് ആവാൻ സാധിക്കില്ല. ലോക്ക് മാസ്റ്റർ, ആ സ്പെഷ്യൽ ഗേറ്റ് ഒന്ന് അവർക്ക് കാണിച്ചു കൊടുക്കേ. യെസ് ജയിലർ, ദാ നോക്കിക്കോളൂ. ഇപ്പൊ ഈ സ്പെഷ്യൽ ഗേറ്റ് ആരെങ്കിലും തകർത്ത് കാണിച്ചാലേ ഞാൻ അത് സമ്മതിക്കൂ. ഈ ഗേറ്റിനെ കുറിച്ച് രണ്ട് വാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ സ്ട്രോങ്. സൂപ്പറിനേക്കാളും അധികമായ സൂപ്പർ. സൂപ്പർ ഡൂപ്പറിനേക്കാളും സൂപ്പർ ഡൂപ്പർ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 817 അപ്ലൈ ചെയ്യ്. യെസ് ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 817. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 18. അമേസിംഗ് ഐഡിയ ബ്രോ. കീക്കോ, ഈ ഗേറ്റ് ശരിക്കും സ്ട്രോങ് തന്നെയാണ്. ഇത് എനിക്ക് പോലും തകർക്കാനാവില്ലെന്നാണ് തോന്നുന്നത്. അതേതായാലും നന്നായി. അപ്പോ ഈ ജയിലിൽ കിടക്കുന്ന ഒരു തടവുകാരനും രക്ഷപ്പെടാൻ പറ്റില്ല. യെസ് കിക്കോ, പക്ഷേ ഈ ജയിലിൽ നിന്ന് മാത്രമല്ല, ലോകത്തെ ഒരു ജയിലിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. കാരണം ഈ ലോക്ക് മാസ്റ്റർ ഇതുപോലെയുള്ള സ്ട്രോങ് ഗേറ്റ്സ് ലോകത്തിലുള്ള എല്ലാ ജയിലിലും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാ ഇലക്ട്രിക് ഗേറ്റ്സും എല്ലാ ഇലക്ട്രിക് ബാർസും ഞാൻ എന്റെ ഈ ലാപ്ടോപ്പ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഗേറ്റ് ഏത് മെറ്റലിലാണ് ഉണ്ടാക്കിയിരിക്കുന്ന അങ്കിൾ? കീക്കോ, എന്റെ പേര് ചട്ടാൻ സിംഗ്. ആ ഗേറ്റ് റെഡിയാക്കിയത് ഈ ഞാനാണ്. ആ ഗേറ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ സൂപ്പർ സ്ട്രോങ് മെറ്റീരിയൽസ് മെൽറ്റ് ചെയ്ത് ഒന്നാക്കി നിർമ്മിച്ചതാണ്. അതേതായാലും കലക്കി ചട്ടാൻ സിംഗ്. നീ ഈ ഗേറ്റിനെ നിന്റെ പേര് പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് സൂപ്പർ സ്ട്രോങ്. കറക്റ്റ് മേയറെ, ഈ എല്ലാ ഡിസൈനും ഡിസൈൻ ചെയ്തത് നമ്മുടെ ഈ ലോക്ക് മാസ്റ്റർ ആണ്. ഇതിനാണ് പറയുന്നത് ശക്തിയും ബുദ്ധിയും നമുക്കുണ്ടാവണമെന്ന്. പക്ഷേ ലോക്ക് മാസ്റ്റർ അങ്കിൾ, ലോകമെമ്പാടുമുള്ള ജയിലിന്റെ സെക്യൂരിറ്റി നിങ്ങളുടെ ഈ ലാപ്ടോപ്പിൽ വെച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അപ്പൊ പിന്നെ അങ്കിൾ ഈ ലാപ്ടോപ്പ് വളരെ കെയർഫുൾ ആയിട്ട് വെച്ചേക്കണം. ആഹാ, ഇത് ഞാൻ എന്നെക്കാളേറെ വളരെ സേഫ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്.
അതുകൊണ്ട് ആർക്കും ഇത് അടിച്ചു മാറ്റാൻ പറ്റില്ല. ആർസവന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സിഗ്നൽ സൺസിറ്റിയിലെ ജയിലിൽ നിന്നാണ് വരുന്നത്. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കിക്കു, വന്നിരിക്കുന്ന പ്രശ്നം ഒന്നല്ല, ഒരുപാട് പ്രശ്നങ്ങളാണ് ഒന്നിച്ച് വന്നിരിക്കുന്നത്. അങ്ങോട്ട് നോക്ക്. ഈ പ്രിസണേഴ്സ് ചെയ്ത കാര്യമുണ്ടല്ലോ, അതിനൊരു 2 വാക്കിൽ പറയണമെങ്കിൽ പ്രിസൺ ബ്രേക്ക്. പക്ഷേ ഈ പ്രിസണേഴ്സ് എല്ലാവരും ജയിലിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടത്? അവിടെ ഒരിക്കലും ബ്രേക്ക് ആവാത്ത ഗേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ശരി, അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ആദ്യം ഇവരെ എല്ലാവരും പിടിച്ച് തിരിച്ചു കൊണ്ടുപോയി ജയിലിലിട്ടേ പറ്റൂ. ഞാനൊന്ന് സൂപ്പർ സ്പീഡോയെ വിളിക്കട്ടെ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ജയിലിലെ എല്ലാ പ്രിസണേഴ്സും രക്ഷപ്പെട്ടു. നമ്മൾ ഉടൻ തന്നെ അവരെ പിടികൂടണം, സൺസിറ്റിയിലെ എല്ലാ ജനങ്ങളുടെയും സേഫ്റ്റിക്ക് വേണ്ടി. ഡോണ്ട് വറി ബ്രോ, ഏത് പ്രശ്നമായാലും ശരി അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 60 അപ്ലൈ ചെയ്തിട്ട് എല്ലാ പ്രിസണേഴ്സിനെ പിടിക്കുക. ഓക്കെ കിക്കോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 60. കീക്കോ, നമ്മൾ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട എല്ലാ കള്ളന്മാരെയും പിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവരെ എന്താണ് ചെയ്യേണ്ടത്? കറക്റ്റ്. വീണ്ടും ഒരു പിടിച്ച് ജയിലിലിട്ടാൽ വീണ്ടും ഒരു എസ്കേപ്പ് ആയി പോകും. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 177 അപ്ലൈ ചെയ്യ്. ബ്രില്യന്റ് ഐഡിയ കീക്കോ. അപ്ലൈയിങ് ഫോർമുല 177. സൂപ്പർ സ്പീഡോ, നമ്മൾ ആ ജയിൽ വീണ്ടും സേഫ്ലി സെക്യൂർ ചെയ്യാത്തത് വരെ ഈ പ്രിസണേഴ്സ് എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കട്ടെ. വാ, നമുക്ക് സൺസിറ്റിയിലെ ജയിലിൽ ചെന്ന് നോക്കാം. സൺസിറ്റി കൂടെ കറങ്ങുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതാണ്. ഷേടാ, ആ ഡോർസ് എല്ലാം എങ്ങനെയാ ഓപ്പൺ ആയത്? ആ വാൾസ് ഒക്കെ എങ്ങനെയാ ഭൂമിക്കടിയിലേക്ക് പോയത്? എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാ ഇതൊന്നും ലോക്ക് മാസ്റ്റർ അങ്കിളുടെ ലാപ്ടോപ്പ് ഇല്ലാതെ സംഭവിക്കില്ലെന്നാ. കിക്കോ, എന്ന് വെച്ചാൽ നീ എന്താണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്? അതായത് പ്രിസണേഴ്സ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം ലോക്ക് മാസ്റ്റർ ആണെന്നാണോ പറഞ്ഞു വരുന്നത്? വിശ്വസനായ ആളെപ്പോലെ അഭിനയിച്ച അവസാനമാവൻ നമ്മളെ പറ്റിച്ചിരിക്കാണ്. ആരെയും വിശ്വസിക്കാൻ പാടില്ല. സാർ, ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം പ്രിസണേഴ്സ് ജയിലിൽ നിന്ന് പുറത്ത് രക്ഷപ്പെട്ടതിന് അത് ലോക്ക് മാസ്റ്ററുടെ കൈ മാത്രമല്ല, അയാളുടെ കാലും തലയും കഴുത്തും കണ്ണുകളും കാത് എല്ലാം ഇൻവോൾവ് ആണ്. ചുരുക്കി പറഞ്ഞാൽ അവരാണ് ഇലക്ട്രിക് ഗേറ്റ്സും ബാർസും ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് എല്ലാവരും ഓടിപ്പിച്ചു. പക്ഷേ ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? എനിക്ക് മാത്രമല്ല, ഇപ്പൊ ഈ കാര്യം എല്ലാവർക്കും അറിയാം. ഇന്റർനെറ്റിൽ ലോക്ക് മാസ്റ്റർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. എങ്കിൽ നീ അതൊന്ന് നോക്ക് കിക്കോ. ഇപ്പൊ സൺസിറ്റിയിൽ നടന്ന സംഭവമുണ്ടല്ലോ, അത് വെറും ഒരു ഡെമോയാണ്. ലോകമെമ്പാടുമുള്ള കൺട്രീസിൽ നിന്നും ഞാൻ ചോദിച്ച കാശ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഞാൻ സൺസിറ്റിയിലെ ഗേറ്റ് മാത്രമാണ് ഓപ്പൺ ചെയ്തത്. കുറച്ച് പ്രശ്നസ് ആണ് രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ എന്റെ ഡിമാൻഡ്സ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അപ്പൊ ഞാൻ ലോകമെമ്പാടുമുള്ള എല്ലാ ജയിൽസും എന്റെ ലാപ്ടോപ്പ് മൂലം കൺട്രോൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വിട്ടേക്കും. ഇനി നോക്ക്, കീക്കോയും സൂപ്പർ സ്പീഡോയും ലോകമെമ്പാടുമുള്ള എല്ലാ പ്രശ്നസിനെയും എങ്ങനെ പിടിക്കുമെന്ന് നോക്കട്ടെ.
കീക്കോ, ഒരുപക്ഷെ ലോക്ക് മാസ്റ്റർ ലോകത്തിലുള്ള എല്ലാ ജയിലുകളും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലോകത്തിനും വളരെ വലിയ പ്രശ്നമുണ്ടാകുമല്ലോ. ഒരുപക്ഷെ നമ്മൾ അവരെ പിടികൂടിയാലും അവരെയൊക്കെ എവിടെ കൊണ്ടുപോയിടും? അയ്യോ, ഇവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു തോന്നുന്നേ ഇല്ല. ലോക്ക് മാസ്റ്റർ അങ്കിളിനെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അദ്ദേഹം സ്വയം ചെയ്യുന്നതല്ല, ആരോ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്നാ. പക്ഷെ കീക്കോ, ഈ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? ഇതൊന്നും അവനല്ല ചെയ്ത, നീ എങ്ങനെ പറയുന്നു? അത് കണ്ടോ, അയാളുടെ കണ്ണട ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആ ഇമേജ് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ലോക്ക് മാസ്റ്റർ അങ്കിളുടെ കണ്ണടയിൽ ഒരു റിഫ്ലക്ഷൻ കാണുന്നുണ്ട്, കണ്ടോ? എനിക്ക് തോന്നുന്നത് ഇതൊന്നും അദ്ദേഹമായിട്ട് സംസാരിച്ചതല്ല, എഴുതി വെച്ചത് വായിച്ചു പറയാണ്. ഈ ഡള്ളായ ഫേസ് കാണുമ്പോ തന്നെ അറിയാം, തീർച്ചയായും ആരോ അദ്ദേഹത്തെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണെന്ന്. നീ പറഞ്ഞത് ശരിയാണ് കീക്കോ. പക്ഷേ നമ്മൾ എങ്ങനെയാണ് അയാളെ തേടി കണ്ടുപിടിക്കുന്നത്? വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ഹലോ കീക്കോ, ഐ എം മിസസ് ലോബോ, ലോക്ക് മാസ്റ്ററുടെ വൈഫ്. ഹലോ ലോബോ ആന്റി, നിങ്ങൾക്കൊരു കാര്യം പറയാൻ പറ്റുമോ? ലോക്ക് മാസ്റ്റർ അങ്കിൾ എവിടെയാ ഉള്ളത്? എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല കീക്കോ. പ്ലീസ്, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. അയ്യോ കീക്കോ, സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെതറി കിടക്കുന്നത് കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാ. അതാരാണ് ലോബോ ആന്റി? അതാണ് എന്റെ മകൾ ഏഞ്ചൽ. അവളിപ്പോ എവിടെയാ ഉള്ളത്? അതെനിക്കറിയില്ല. ഐ മീൻ, അവളിപ്പോ തന്റെ മുത്തശ്ശന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. പക്ഷേ ആന്റി, ഇത് സ്കൂൾ വെക്കേഷൻ ടൈം അല്ലല്ലോ. അവൾ ഒറ്റയ്ക്കാണോ പോയത്? പ്ലീസ് കീക്കോ, നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. പ്ലീസ്, അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ടെൻഷനിലാ ഉള്ളത്. ലോബോ ആന്റി പ്ലീസ്, സംഭവിച്ചതെല്ലാം എന്നോട് തുറന്നു പറയൂ, എങ്കിലേ നിങ്ങളെ എനിക്ക് സഹായിക്കാൻ പറ്റൂ. കീക്കോ, ഇന്നലെ രാത്രി എന്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് തിരിച്ചു വന്നോണ്ടിരിക്കുമ്പോ വഴിക്ക് വെച്ച് ആരോ അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി. അതിനുശേഷം ചിലർ എന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എന്റെ മകൾ ഏഞ്ചലിനെയും തട്ടിക്കൊണ്ടുപോയി. എനിക്കറിയാം, അവരെന്റെ മകൾ ഏഞ്ചലിനെ ഉപയോഗിച്ച് എന്റെ ഹസ്ബൻഡിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അദ്ദേഹത്തെ വെച്ച് ജയിൽ ഗേറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്തോണ്ടിരിക്കുകയാണ്. രണ്ടുപേരെ കിഡ്നാപ്പ് ചെയ്തെന്നു, അതായത് ഡബിൾ ട്രബിൾ. മമ്മി, വന്നവരെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് പോയത്. ആരോടും ഒന്നും പറയരുതെന്നും പറഞ്ഞു. പ്ലീസ് കീക്കോ, എങ്ങനെയെങ്കിലും എന്റെ മകളെയും ഭർത്താവിനും അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഐ പ്രോമിസ് ആന്റി, എത്രയും പെട്ടെന്ന് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. എന്നോടൊരു കാര്യം മാത്രം പറയൂ, ആരാണ് അവരെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയത്? അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ആരൊക്കെയോ 4 പേരാണ് എന്റെ വീട്ടിൽ കയറി വന്നത്. എന്നിട്ട് അവരെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എന്റെ മകളെ ഒരു റെഡ് കളർ കാറിൽ തട്ടിക്കൊണ്ടുപോയി. ഓക്കെ ആന്റി, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എത്രയും പെട്ടെന്ന് ഞാൻ അവരെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാം. ആന്റി നമ്മളോട് പറഞ്ഞത് കിഡ്നാപ്പേഴ്സ് ഒരു റെഡ് കളർ കാറിൽ വന്ന് ഏഞ്ചലിനെ തട്ടിക്കൊണ്ടുപോയിന്നാ. ഈ സൺസിറ്റിയിൽ വെച്ചിരിക്കുന്ന CCTVയുടെ മെയിൻ സെർവറിനൊപ്പം R7 കണക്ട് ചെയ്ത് ഫുട്ടേജസ് ചെക്ക് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടും. ഇത് വെച്ച് നോക്കുമ്പോ അവര് നോർത്ത് ഡയറക്ഷനിലാണ് പോയിരിക്കുന്നത്. ജൂനിയർ, നമുക്കുടൻ തന്നെ അവരെ ചെന്ന് പിടിക്കാം. ഷെടാ, ചട്പട്ട് അങ്കിൾ, അവര് നോർത്ത് ഡയറക്ഷനിലാ പോയത്. ഒരുപക്ഷെ മെയിൻ റോഡിൽ വെച്ച് അവര് ഡയറക്ഷൻ മാറി പോയിട്ടുണ്ടെങ്കിലോ? ഷെടാ, ചട്പട്ട് അങ്കിൾ, നിക്ക്. വാ സൂപ്പർ സ്പീഡു, നമ്മൾ സൺസിറ്റിയിൽ വെച്ചിരിക്കുന്ന CCTVയുടെ ഫുട്ടേജസ് ഫോളോ ചെയ്ത് ആ റെഡ് കാറിനെ ചേസ് ചെയ്യാം. സൂപ്പർ സ്പീഡോ, ലെഫ്റ്റ്. ഇപ്പൊ റൈറ്റ് കട്ട് ചെയ്യേ. കീക്കോ, ഇതാണ് ആ ലൊക്കേഷൻ. ഹലോ മിസ്റ്റർ, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഏഞ്ചലിനെ എന്നെ ഏൽപ്പിക്കുന്നതാ നല്ലത്.
സൂപ്പർ സ്പീഡോ, നീ ഏഞ്ചലിനെ സേഫ് ആയിട്ട് അവളുടെ മമ്മിയുടെ അടുത്ത് കൊണ്ടുപോയി വിട്ടേക്ക്. എവിടെയാണ് നിന്റെയൊക്കെ ബോസ്? കിക്കോ, നീ ഇവിടെ വന്ന് വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിന്നെ എന്റെ ആളുകൾ വിട്ടുവെക്കില്ല. കാരണം ഞാൻ അവരെല്ലാവർക്കും ബോസാണ്. ഞാൻ എന്ത് പറഞ്ഞാലും തീർച്ചയായിട്ടും അവരത് ചെയ്യും. ലോക്ക് മാസ്റ്റർ, എനിക്കറിയാം, ഇത് നിന്റെ ഗ്യാങ്ങുമല്ല, നീ അവരുടെ ബോസുമല്ല. നിന്നെ ഉപയോഗിച്ച് വേറെ ആരും മറിഞ്ഞിരുന്ന് കളിക്കാണ്. പക്ഷെ നീ പേടിക്കണ്ട, നിന്റെ മകൾ ഏഞ്ചലിനെ സൂപ്പർ സ്പീഡോ ഇപ്പൊ സേഫ് ആയിട്ട് വീട്ടിലെത്തിച്ചു കാണും. കാര്യാണോ കിക്കോ? താങ്ക് യു സോ മച്ച്. എന്റെ മകള് സേഫ് ആണെങ്കില് പിന്നെ ഞാൻ ആർക്ക് വേണ്ടി പേടിക്കണം പറ? നീ പറഞ്ഞ ശരിയാണ് കിക്കോ. ഞാനൊന്നും ഇവന്മാരുടെ ബോസ് അല്ല. വേറെ ആരോ ആണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ശരിക്കുള്ള ബോസ് ആരാണ്? ജട്ടാൻ സിംഗിന്റെ പ്ലാൻ പാറയേക്കാളും വളരെ സ്ട്രോങ് ആണ്. കിക്കോ, ഈ ചട്ടാൻ സിംഗ് ആണ് ശരിക്കുള്ള ബോസ്. ഇവനാണ് എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇതുപോലത്തെ തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. പക്ഷെ ലോകം ഇപ്പൊ വിശ്വസിക്കുന്നത് ഇതൊക്കെ ചെയ്തത് ഞാനാന്നാ. പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ ഉടൻ തന്നെ കോടാനുകോടി പണം സമ്പാദിക്കണം. അതുകൊണ്ട് ഞാൻ ലോക്ക് മാസ്റ്റർ വെച്ച് ഇങ്ങനെ ഒരു ഗെയിം കളിച്ചു. പക്ഷെ ഇപ്പോ നീ അതിനെ എക്സ്പോസ് ചെയ്ത് കളഞ്ഞു അല്ലേ? ഇതിന് ശേഷം എനിക്ക് നിന്നെയും ആവശ്യമില്ല, കിക്കോയെയും ആവശ്യമില്ല. ചട്ടാൻ സിംഗിന്റെ പ്ലാൻ പാറകളെക്കാളും വളരെ സ്ട്രോങ് ആണ്. ലോക്ക് മാസ്റ്റർ, നിന്റെ ലാപ്ടോപ്പ് എവിടെയാ ഉള്ളത്? അതിൽ കൂടിയല്ലേ ലോകമെമ്പാടുമുള്ള ജയിലിലെ സെക്യൂരിറ്റി കൺട്രോൾ ചെയ്യുന്നത്? അതാ ബാഗിൽ തന്നെയുണ്ട്. ആ ചട്ടാൻ സിംഗ് അത് എടുത്തുകൊണ്ട് പോയി. കിക്കോ, ആ ലാപ്ടോപ്പിൽ ഗ്രേ കളർ ബട്ടൺ ഉണ്ടാകും. അത് പ്രസ് ചെയ്താൽ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രശ്നവും ഓപ്പൺ ആകും. അങ്ങനെയെങ്കിൽ പിന്നെ ആ ലാപ്ടോപ്പ് എങ്ങനെയെങ്കിലും വീണ്ടെടുത്തേ പറ്റൂ. വാട്ട് എ ടൈമിംഗ് സൂപ്പർ സ്പീഡോ. ചെല്ല്, വേഗം ചട്ടാൻ സിംഗിനെ ഫോളോ ചെയ്യേ. സൂപ്പർ സ്പീഡോ, ഞാൻ ആ ചട്ടാൻ സിംഗിന്റെ കാറിന്റെ മേളിലേക്ക് ചെന്നിട്ട് അവന്റെ കയ്യിലുള്ള ബാഗ് തട്ടിപ്പറിച്ചേക്കാം. നീ അവന്റെ കാറിന് പാരലൽ ആയിട്ട് ഡ്രൈവ് ചെയ്യ്.
നിങ്ങൾ രണ്ടുപേരും ഈ ലാപ്ടോപ്പിന് വേണ്ടിയല്ലേ എന്നെ ഫോളോ ചെയ്ത് വന്നത്. ഇത് നോക്കിക്കോ, ഈ റെഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ടോട്ടൽ ലോകത്തെയും തലകീഴായി മറിക്കും. ചട്ടാൻ സിംഗിന്റെ പ്ലാൻ പാറകളെക്കാളും സൂപ്പർ സ്ട്രോങ് ആണ്. ആരോടും ക്ഷമിക്കാം, പക്ഷെ വിശ്വാസവഞ്ചന ചെയ്യുന്നവനെ ക്ഷമിക്കുകയോ വിട്ടുവെക്കുകയോ ചെയ്യരുത്. എന്ന് വെച്ചാ സാർ ചുരുക്കത്തിൽ പറയാൻ വരുന്നത് യു ആർ അണ്ടർ അറസ്റ്റ്. വാ സൂപ്പർ സ്പീഡോ, ഇപ്പൊ നമ്മൾ ഈ ലാപ്ടോപ്പിനെ സൺസിറ്റിയിലെ ബെസ്റ്റ് ആൻഡ് സേഫ് ലോക്കറിൽ കൊണ്ടുപോയി വെക്കാം. അങ്ങനെയാവുമ്പോ പിന്നെ ഇതാരും അടിച്ചു മാറ്റില്ല.